ഈസ്, അതിൻ്റെ എന്ത് കൈൻഡ് ഓഫ് ഹ്യൂമറാണ്, എന്ത് മീറ്ററാണെന്നൊക്കെ ഇവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് ബ്രീഫ് ചെയ്യും. അത് കഴിഞ്ഞൊരു ഷോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇതാണോ കിട്ടണത്, തിരിച്ചിങ്ങോട്ട് നമുക്കറിയാമല്ലോ നമ്മൾ കണ്ട സാധനം ഇതാണോ എന്ന് നോക്കും. ചിലപ്പോൾ അത് എൻ്റെ പ്രശ്നമായിരിക്കും, ഞാൻ എഴുതിയ വർക്കായില്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില ഡയലോഗ്സ് ഇതിൽ വരില്ല, അപ്പം തന്നെ മീറ്റർ മാറ്റുക, അപ്പോൾ അത് അവരുടെ ഡെലിവറി ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. അതൊരു പ്രോസസ്സാണ്, അത് ഇന്നൊരു ഇതൊന്നുമില്ല. പക്ഷെ എന്താണ് നമ്മൾ എടുക്കാൻ പോകണമെന്നുള്ള കറക്റ്റ് ക്ലാരിറ്റി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഔട്ട് കിട്ടും. വെരി ഗുഡ്. പറഞ്ഞത് മനസ്സിലായത് ഒരു 2 വരിയിലൊന്ന് പറഞ്ഞു. അതായത് ഞാൻ അൽത്താഫ് പറഞ്ഞോണ്ടിരിക്കുമ്പോ അടുത്ത് എന്താ ചോദിക്കേണ്ടത് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത്. അല്ല, എനിക്ക് മനസ്സിലായി. എഡിറ്ററല്ലേ അപ്പൊ അറിയാം എന്തൊക്കെ കട്ട് ചെയ്ത് വെക്കണം. ഇല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അൽത്താഫ്. ഇത് വെറുതെ ഫാദർ കിട്ടിയല്ലോ. ഓക്കെ, അതായത് എനിക്ക് മനസ്സിലായി. സാരി കൊടുത്ത് നാറാനാണ് ഇവിടെ ഞാൻ ഇതിന് ഈ കാല് പിടിക്കുന്നു. അത് വേണ്ടി വരും ഇപ്പൊ അവസാനം. ഫഹദ്, യു കം ഫ്രം എ മൂവി ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ ഫഹദിനോട്. ഫഹദ്, യു കം ഫ്രം എ മൂവി ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഫാസിൽ സാറിനെ പോലെ ഒരു വലിയൊരു ലെജൻഡറി ഡയറക്ടറിന്റെ മോനാകുമ്പോൾ ഒബ്വിയസ്ലി യു വുഡ് ഹാവ് ഗോൺ ടു ദ സെറ്റ് ലൊക്കേഷനിലൊക്കെ പോയിട്ട് ആ ഒരു ഫീൽഡിലായിരിക്കും വളർന്നത്. സോ വാട്ട് ഇസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ലേൺഡ്